തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാത്രി ശക്തമായ മഴ പെയ്തു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ തിരുവനന്തപുരം നഗരത്തിൽ ഓട വൃത്തിയാക്കൽ തുടങ്ങി. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കനത്ത വെള്ളക്കെട്ടാണ്. ഇതെവിടെയാണ് വിവരങ്ങൾ? പർവതി, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഈഞ്ചക്കൽ എന്ന പ്രദേശത്താണുള്ളത്. കാലാകാലങ്ങളായി തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രദേശം മുഴുവൻ വെള്ളത്താൽ മുങ്ങിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിശക്തമായ മഴ അത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്ത് ആരംഭിച്ചതാണ്. ഒപ്പം തന്നെ മലയോര മേഖലയിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് പ്രകടമാവുകയും ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അതിശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുമൂലം നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ മഴക്കാലമാകുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഓട വൃത്തിയാക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പോലും തന്നെ നഗരഹൃദയ ഭാഗത്തെല്ലാം തന്നെ ഇപ്പോഴും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മേഖല കൂടി കടന്നു പോവുകയും ചെയ്യുന്നത്. കൂടാതെ പ്രധാനമായും കടലിൽ, അതായത് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ബീച്ചിലേക്കടക്കം വിനോദസഞ്ചാരത്തിനായും ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ എത്തുന്നവർ പരമാവധി ഈ മേഖലകളിലേക്ക് എത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം. കാരണം അതിശക്തമായിട്ടുള്ള തിരമാലകൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കിലോമീറ്ററിൽ 40 മുതൽ 50 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശിയടിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് യാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം രാത്രിയിൽ യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ആ മേഖലകളിൽ, കാരണം നമുക്കറിയാം ഈ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ പല രീതിയിൽ വെള്ളപ്പൊക്ക സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന മേഖല കൂടിയാണ്. കൂടാതെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്, മലയോര മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കർശനമായ രീതിയിൽ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ആ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾ പോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ രോഗവ്യാപനം അതിരൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴക്കാലമായതിനാൽ തന്നെ പിന്നീട് ഈ കുട്ടികൾക്കും ഒപ്പം തന്നെ ഈ വെള്ളത്തിലൂടെ പല വിധത്തിലുള്ള രോഗബാധകൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇത്തരത്തിൽ ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കരുതെന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. കാരണം അത്രയ്ക്കും മലിനമായുള്ള ജലമാണ് ഒഴുകിയെത്തുന്നത്. കാരണം ഓടകൾ പലതും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളപ്പൊക്കം തന്നെയാണ് നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇനി അടുത്ത മുന്നറിയിപ്പ് അല്പസമയത്തിനകം പുറത്തു വരികയും ചെയ്യും. കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് അടക്കമുള്ള അലർട്ടുകൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ലാതെ തിരുവനന്തപുരത്ത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിതീവ്ര മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, ഒപ്പം തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് പ്രധാനമായും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് അതിതീവ്രമായ മഴ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നഗരത്തിലെ റോഡുകൾ പലതും കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വലിയ കുഴികൾ രൂപപ്പെട്ട് ഈ മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇതിന് നാട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ്, സുരക്ഷാ മുന്നറിയിപ്പ് അധികൃതർ നൽകുന്നുണ്ടോ? പാർവതി, നമ്മൾ തന്നെ ഈ ഒരു മഴക്കാലമാണ്, ഒപ്പം തന്നെ സ്കൂൾ തുറക്കാനുള്ള ഒരു കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കുട്ടികളടക്കമുള്ളവർ സ്കൂളിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ കുഴി, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തിയതായിരുന്നു. ഏകദേശം നഗരഹൃദയത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ പല രീതിയിൽ ഇത്തരത്തിൽ മഴ പെയ്തതോടുകൂടി തന്നെ കുഴികളൊന്നും തന്നെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവിടെയൊക്കെ ഈ സ്മാർട്ട് സിറ്റിയുടെ
പേര് പറഞ്ഞിട്ടാണ് ഇത്രയും അധികം കുഴികൾ പല രീതിയിലും റോഡുകൾ കുഴിച്ചിട്ടേക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ ഒക്കെ തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമായതുകൊണ്ട് തന്നെ അവിടെ പല അപകട സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ഇരുചക്ര വാഹനങ്ങളൊക്കെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട നഗരഹൃദയത്തിലെ റോഡുകൾ കൂടിയാണുള്ളത്. അവിടെയൊക്കെ നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മഴയ്ക്കൊരു ശമനം ഉണ്ടായാൽ മാത്രമേ നമുക്കറിയാം ബൃഹത്തായിട്ടുള്ള പദ്ധതി കൂടിയായിരുന്നു, അനന്ത അടക്കമുള്ള ബൃഹത്തായ പദ്ധതികളുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും തന്നെ തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയ ഭാഗത്തൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ മഴ ഒന്ന് ശമിച്ചാൽ അവിടെ കൃത്യമായി ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനമുണ്ട്. പക്ഷേ ഈ മഴ തോരാതെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിരൂക്ഷമായി തന്നെ വെള്ളപ്പൊക്കം ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഒക്കെ തന്നെയുണ്ട്. നിരവധി ആളുകൾ പല ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി പല ജനങ്ങളും ഇവിടേക്ക് വരുന്ന പ്രദേശം കൂടിയാണ്. അവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട്. കൂടാതെ പല റോഡുകളിലും കുഴി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയൊക്കെ എങ്ങനെ കൃത്യമായി, അതായത് ഈ നാട്ടിലുള്ളവർ തന്നെ, അതായത് തിരുവനന്തപുരത്ത് നഗരത്ത് താമസിക്കുന്നവർക്ക് പോലും തന്നെ കൃത്യമായി അറിയില്ല ഈ റോഡിൽ ഇപ്പോൾ കുഴിയുണ്ടോ എന്നത്. കാരണം തലേ ദിവസങ്ങളിൽ നമ്മൾ പോലും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തലേ ദിവസങ്ങളിൽ ആ റോഡിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ പിറ്റേ ദിവസം ആ റോഡിലൂടെ പോകുമ്പോൾ അവിടെ കുഴിയെടുത്തിട്ടിരിക്കുന്ന കാണാം. പൈപ്പിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിരൂക്ഷമായി തന്നെ ഈ ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന മേഖല കൂടിയായി മാറിയിരിക്കുന്നു തിരുവനന്തപുരം നഗരം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലെടുക്കണം, ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ്. രാത്രി മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയാണ്. പലയിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഓടകളുടെ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഈഞ്ചക്കലിലെ റോഡിലെ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം മധ്യ കേരളത്തിലും ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിലും കനത്ത മഴ തുടരുകയാണ്.